സല്യൂട്ട് സജ്ജനങ്ങളെ. 2011 നവംബർ മാസം ഒരു സിനിമ പുറത്തിറങ്ങി. ഡാം 999 എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. അതൊരു ഇംഗ്ലീഷ് ഫിലിമായിരുന്നു. ഡബ് ചെയ്ത് മലയാളത്തിൽ, തെലുങ്കിൽ, ഹിന്ദിയിൽ, തമിഴിൽ ഒക്കെ ഇറക്കി. ഇന്ത്യൻ ഒരു ഡയറക്ടർ സോഹൻ റോയ് ആണ് അത് ഡയറക്റ്റ് ചെയ്തത്. ചൈനയിലുള്ള ഏതോ ഒരു ഡാം പൊട്ടിയതിനെ കുറിച്ചുള്ള കഥയാണ് എന്നാണ് പറഞ്ഞതെങ്കിലും ഇതിന് ആ സമയം കത്തി നിന്നിരുന്ന ഒരു വിഷയവുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രശ്നമായിരുന്നു അത്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ചരിത്രം ഞാൻ പറയുന്നില്ല. കാരണം എന്തിനെങ്കിലും കുറിച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ചരിത്രം പറഞ്ഞാൽ അത് ക്ലാസ് ആണെന്ന് ചിലർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ വിരളമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കെട്ടിയ ഡാം ആണെങ്കിൽ പോലും അതിനേക്കാളും വളരെ മുമ്പ് രാജഭരണകാലത്ത് ഇതിനെക്കുറിച്ച് ആശയം ഉണ്ടായിരുന്നതായും തിരുവിതാംകൂർ, തമിഴ്നാട് പ്രദേശത്തുള്ള രാജാക്കന്മാർ തമ്മിൽ ധാരണയുടെ പുറത്ത് പെരിയാറിലെ നദിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടാനായിട്ടും കമ്പം, തേനി, മധുര തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അവിടെ കൃഷി നടക്കുന്നത് കൊണ്ട് വളരെ വരൾച്ച നേരിടുന്ന സ്ഥലമായതുകൊണ്ട് വെള്ളം എത്തിക്കാൻ വേണ്ടി ധാരണാപത്രമൊക്കെ ഒപ്പിട്ടിരുന്നതായിട്ട് നമുക്കറിയാം. എന്നാലും ജോൺ പെനിക്വിക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ, ബ്രിട്ടീഷ് എഞ്ചിനീയർ ആണ് ഈ ഡാം കെട്ടാനായിട്ടുള്ള പദ്ധതികൾ തുടങ്ങിയതും 1886 നിർമ്മിക്കാൻ ആരംഭിക്കുകയും 2 ഘട്ടങ്ങളിലായി 1895 പൂർത്തീകരിക്കുകയും ചെയ്ത ഡാമാണ് അത്. വളരെയധികം മഴ പെയ്യുന്ന പ്രദേശമാണല്ലോ ഇടുക്കിയിലുള്ള പെരിയാർ ഭാഗത്ത്. തേക്കടിയുടെ കുറച്ച് മുകളിലായിട്ട് വരും അത്. അപ്പൊ അവിടെ ഒരുപാട് വെള്ളം വന്ന് നിറയുമ്പോൾ അത് ഡാം ആയിട്ട് കെട്ടിവെക്കുകയും കൺട്രോൾഡ് ആയിട്ട് വെള്ളം ഒഴുക്കി കളയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഡാം. ഡാമിന്റെ ഗുണം നമുക്കറിയാം. ഇറിഗേഷന് വേണ്ടി എടുക്കാം, വൈദ്യുതിക്ക് വേണ്ടി വെള്ളം എടുക്കാം. പ്രകൃതി നമുക്ക് നൽകുന്ന വെള്ളം ഒരു വരമായി കരുതി സ്വീകരിച്ചുകൊണ്ട് അതിനെ പരമാവധി ഉപയോഗപ്രദം ആക്കുക എന്നതാണ് ഡാമിന്റെ ഉദ്ദേശം. ഇങ്ങനെ ഒരു ഡാം ഇത്രയും വർഷമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്, യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇതിന്റെ ഉയരത്തെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. തമിഴ്നാടും കേരളവും തമ്മിൽ വളരെ നാളത്തെ ഒരു നിയമയുദ്ധം നടക്കുന്നുണ്ട് ഇതിന്റെ പുറത്ത്. 136 അടിയായിട്ട് ആണ് അതിനെ ആദ്യം പരിധി നിശ്ചയിച്ചിരുന്നത്. 136 അടി വരെ പൊക്കത്തിൽ വരാമെന്ന്. കാരണം ഡാമിന്റെ മൊത്തം ഉയരം എന്ന് പറയുന്നത് 160 അടിയാണ്. 136 അടി വരെ വെള്ളം പോകുന്നത് സേഫ് ആണ് എന്ന് കരുതിയിരുന്നു. പക്ഷേ സുപ്രീം കോടതി പിന്നീട് തമിഴ്നാടിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് 2010 2011 ഇറങ്ങിയ ഉത്തരവാണ്. അതിന്റെ പുറത്ത് അത് 142 അടിയായിട്ട് കൂട്ടാം എന്നൊരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതിനെതിരെ വളരെ വലിയ പ്രതിഷേധം കേരളത്തിലെ ഉയർന്നു. കാരണം ഓരോ പ്രാവശ്യവും ഇവിടെ നല്ല മഴ പെയ്യുമ്പോൾ ഇടുക്കി ഡാം ഇപ്പൊ പൊട്ടും, മുല്ലപ്പെരിയാർ ഡാം ഇപ്പൊ പൊട്ടും എന്നുള്ള രീതിയിലുള്ള പ്രചാരണം വളരെ ശക്തമായിട്ട് പടർന്നിരുന്നു. ഇപ്പൊ 2011 തുലാവർഷം കഴിഞ്ഞപ്പോ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ വളരെ നല്ല മഴ പെയ്തു കേരളം മൊത്തം. നമ്മൾ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്, കാലാവസ്ഥ മാറി മറിഞ്ഞും വരുമല്ലോ. അപ്പൊ ഓരോ വർഷവും ചൂടുകാലം വരുമ്പോ അല്ലെങ്കിൽ വേനൽക്കാലം വരുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇതുപോലൊരു ചൂട് നമ്മൾ അനുഭവിച്ചിട്ടേ ഇല്ല, ഇതുപോലെ ഒരു ചൂടെന്ന് പറയുന്നത് ഭയങ്കര ചൂടെന്നുള്ള മട്ടിൽ നമ്മൾ പറയും. അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പത്രങ്ങൾ പറയും, പൊള്ളുന്ന വെയിലാണ്, വളരെ വലിയ വെയിലായിരിക്കും വരുന്നത്, ഇപ്രാവശ്യം കനത്ത ചൂടത്തെ ആളുകള് ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്, 47 ഡിഗ്രി വരെ പോകും എന്നൊക്കെയുള്ള മട്ടില് എഴുതുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ ചിന്തിക്കും, അയ്യോ അത് ആവുമോ എന്ന്. അങ്ങനെ ചിന്തിച്ച് നമ്മളത് ആക്കും ചിലപ്പോൾ. പക്ഷേ പ്രകൃതിയുടെ വഴിയിൽ തന്നെ അങ്ങ് പോകുന്നു എന്നുള്ളതാണ് സത്യം. കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്ന അനുസരിച്ച് ഇങ്ങനെ കാലാവസ്ഥ മാറിയും മറിഞ്ഞും വരുമ്പോൾ എല്ലാം സന്തുലിതമായിട്ട് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. മഴ വരുമ്പോൾ നല്ല മഴ, വെയിൽ വരുമ്പോൾ നല്ല വെയിൽ, രണ്ടും പ്രകൃതിക്ക്, നമ്മുടെ ഭൂമിക്ക് ആവശ്യമാണ്. മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, അയ്യോ എന്തൊരു മഴ, മിന്നൽ കണ്ടാൽ പറയും, അയ്യോ ഇടിവെട്ട് മിന്നൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് വന്നാലും അത് ഇതുപോലെ ഒരെണ്ണം മുമ്പ് വന്നിട്ടില്ല എന്നുള്ള മട്ടിലാണ് നമ്മൾ എല്ലാവരും പ്രതികരിക്കുക. അപ്പൊ 2011 ഉള്ള ഒരു മഴ വന്നപ്പോഴും ഇതുപോലെ കാലവർഷം വന്നപ്പോഴും ഭയങ്കര മഴയായിരുന്നു, കോരി ചൊരിയുന്ന മഴ, വലിയ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ അത് പറയാൻ തുടങ്ങി.
അന്ന് ജലവിഭവ മന്ത്രിയായിരുന്നത് പി ജെ ജോസഫ് സാറായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കീഴിൽ കേരള കോൺഗ്രസിന്റെ ഒരു സീറ്റായിരുന്നു ജലവിഭവ വകുപ്പും. ഇപ്പൊ ജോസഫ് സാറിനെ എനിക്ക് നല്ലപോലെ അറിയാം, കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ MD ആയിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ മന്ത്രിയായിരുന്നു. അപ്പൊ അങ്ങനെ വളരെ അടുത്തറിയാവുന്നതാണ്. പക്ഷെ അദ്ദേഹം വന്ന് TV പറഞ്ഞ പത്രസമ്മേളനം എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എന്താണ് മനസ്സിൽ കൂടെ പോകുന്ന വികാരം എന്ന് പറഞ്ഞറിയിക്കുക പ്രയാസം. അന്നേ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു എന്താണ് ഇതിന്റെ പുറകിലെന്ന്. കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പൊട്ടി വീഴുന്ന ഒരു അണക്കെട്ടൊന്നുമല്ല. പക്ഷെ ഒരു പേടി എല്ലാവരുടെ മനസ്സിലും ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹം വന്ന് ചാനലിലൂടെ പറഞ്ഞു അതിപ്പോ പൊട്ടും, അത് വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട്, മുല്ലപ്പെരിയാർ അണക്കെട്ടില് ചോർച്ചയുണ്ട്, ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണ്, ഇവിടെ ഭൂമികുലുക്കങ്ങൾ നിരവധി ഉണ്ടാകുന്നുണ്ട്, നേരത്തെ ഒരു ഭൂമികുലുക്കം ഉണ്ടായി, അപ്പൊ ഇപ്പൊ റിഷ്റ്റർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഭൂമികുലുക്കം ഉണ്ടായാൽ ഡാം മുഴുവൻ പൊട്ടും. എന്നിട്ട് ഇടുക്കി മാത്രമല്ല, എറണാകുളം അല്ല, തൃശ്ശൂരും അതുപോലെ പാലക്കാട് വരെയുള്ള പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും കോടിക്കണക്കിന് ആൾക്കാർ മരിക്കുകയും ചെയ്യും എന്നുള്ള മട്ടിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലോ മറ്റോ ആണ് മിനിസ്റ്റർ ഇത് വന്ന് TV പറഞ്ഞത്, ഇങ്ങനെ ഈ മഴയ്ക്ക് ശേഷം ഭയങ്കരമായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട്, ഡാം പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതിനുശേഷം ആൾക്കാരെല്ലാവരും ഭയങ്കരമായിട്ട് പാനിക്കിലായി. കാരണം ഇത് മാധ്യമങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുമല്ലോ. സുപ്രീം കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നു. ജോസഫ് സാറ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് മുഴുവനുമായിട്ട് പുതുക്കി പണിയുക. ആ അണക്കെട്ട് ഫുള്ള് നിർമ്മാണം എന്ന് പറയുന്നത് പുതുക്കണം. കാരണം അതിനകത്തുനിന്ന് ഒരുപാട് ലീക്കുകൾ ഉണ്ടാവുന്നുണ്ട്. കൂടാതെ വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഒരു പൊട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ സ്ഥലമില്ല. അതിന്റെ പരിസര പ്രദേശത്തെ 72,000-ഓളം കുടുംബങ്ങളും വീടുകളും ഉണ്ടെന്നും അവരെ മാറ്റി പാർപ്പിക്കണം എന്നുണ്ടെങ്കിൽ വൻപിച്ച സന്നാഹങ്ങൾ വേണമെന്നും അത് കേരളത്തിന് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല, അതുകൊണ്ട് വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. ദുരന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നേരിടാനായിട്ടുള്ള യാതൊരു സന്നാഹങ്ങളും ഇല്ല എന്നുള്ള മട്ടിൽ പറഞ്ഞു. അപ്പൊ ഇത് ജനങ്ങളൊക്കെ വിശ്വസിക്കുകയും പിന്നീട് കോടതിയിൽ കേസാവുകയും സുപ്രീം കോടതി വരെ എത്തുകയും ഒക്കെ ചെയ്ത സംഭവമാണ്, നമ്മളിത് അറിഞ്ഞ കാര്യമാണ്. അപ്പോഴാണ് ഈ നവംബറിൽ ഈ സിനിമയും കൂടെ ഇറങ്ങുന്നത്, ഡാം 999 എന്നൊരു സിനിമയും കൂടെ. അതും കൂടെ കണ്ടപ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഭയങ്കര പേടിയായി. അപ്പൊ ഇത് സിനിമയിൽ കാണിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഡാം പൊട്ടി മരിക്കുന്ന കാര്യമാണ്. വെള്ളം ഇങ്ങനെ എല്ലായിടത്തും കയറുന്നു, എല്ലാവരും മരിക്കുന്നു, ഇങ്ങനെ മൃതദേഹങ്ങൾ ഇങ്ങനെ ചിന്നിച്ചെതറി കിടക്കുന്നു. അപ്പൊ ഇതുപോലെ ഒരു അന്തരീക്ഷം കേരളത്തില് സംജാതമാകും എന്നുള്ള മട്ടിലാണ് അതിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു ഭീതി അന്ന് ഉണ്ടായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. അന്ന് ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വെച്ച് മീറ്റിങ്ങുകൾ ഉണ്ടാവുന്നത് കൊണ്ടും എറണാകുളം റേഞ്ച് വളരെ പീസ്ഫുൾ ആയിരുന്നു. വലിയ കുറ്റകൃത്യങ്ങളോ വലിയ ലോ ആൻഡ് ഓർഡർ ഇൻസിഡൻസോ ഒന്നും ഉണ്ടാവാതിരുന്ന ഒരു സമയമായിരുന്നു. ഇലക്ഷന് ശേഷം എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. കേസുകളൊക്കെ അപ്പോൾ തെളിയിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഇടുക്കിയിൽ മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വരുന്നത്. സാധാരണ എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് തിരുവനന്തപുരത്ത് പോയി അവിടെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അപ്പൊ എനിക്ക് കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി DGP വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടും, അവിടെ ഇടുക്കിയില് വലിയ ബഹളം നടക്കുകയാണ്, വേഗം അങ്ങോട്ടേക്ക് പോകൂ, മുല്ലപ്പെരിയാർ പോയി സന്ദർശിക്കുക, എന്നിട്ട് എങ്ങനെയാണ് മനുഷ്യരെ എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ബൃഹത്തായ രൂപരേഖ തയ്യാറാക്കി എനിക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരണം എന്ന് പറഞ്ഞ് ഇന്ന ദിവസത്തിന് തിങ്കളാഴ്ച ആകുമ്പോഴേക്കും എൻ്റെ മേശപ്പുറത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ ആളുകളെ എങ്ങനെ മാറ്റിപ്പാർപ്പിക്കാം, ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താം എന്നതിനെ കുറിച്ച് ബൃഹത്തായ ഒരു റിപ്പോർട്ട് എഴുതി എനിക്ക് തിങ്കളാഴ്ച രാവിലെ എനിക്ക് എത്തണം എന്ന് പറയുകയാണ്, ശനിയാഴ്ച വൈകിട്ട്. അപ്പൊ ശനിയാഴ്ച ഞാൻ തിരുവനന്തപുരത്തോട്ട് പോകാനായിട്ട് പകുതി വഴി എത്തി. എനിക്ക് തോന്നുന്നു കായംകുളമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് DGP വിളിക്കുന്നത്, ഇപ്പൊ തന്നെ പോകണമെന്ന് പറഞ്ഞു. കാരണം ആ സമയത്ത് ഇടുക്കിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹർത്താലും ബന്ധുവും ഒക്കെ വരും. വന്നൊരു ഹർത്താൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. വളരെ കാര്യമുള്ളതൊന്നുമല്ല. ഇവിടെ ചപ്പാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ മാറി മറിഞ്ഞും നിരാഹാരം ഇരിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പുതുക്കി പണിയണം, കേന്ദ്രത്തിന്റെ നയം മാറ്റണം, കേന്ദ്ര സർക്കാർ അതിനുള്ള ഫണ്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും തുടങ്ങി പരിസ്ഥിതി പ്രവർത്തകരും എല്ലാവരും കൂടെ മാറി മാറി ഇന്ന് ചപ്പാത്തിലിരുന്ന് ഇങ്ങനെ സമരം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഓരോ അസംബ്ലി സെഷൻ വരുമ്പോഴും ചപ്പാത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അന്ന്
അച്യുതാനന്ദൻ സാറ് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അറിയാതെ അദ്ദേഹത്തിന്റെ നാക്കുപിഴ സംഭവിച്ച് ചപ്പാത്തി എന്ന് പറഞ്ഞത് വലിയ കോലാഹലം ഉണ്ടാക്കിയതും ആ സമയം ഞാൻ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. കാരണം മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ചപ്പാത്തില് അന്ന് കേന്ദ്രമന്ത്രിമാര് വരികയും നമ്മുടെ സംസ്ഥാനത്തിലുള്ള 2 മന്ത്രിമാര് പോയി നിരാഹാരം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്ത ഒരു സമയവും ഉണ്ടായിരുന്നു 2011 അവസാനം. എന്തായാലും അന്ന് ഞാൻ തിരുവനന്തപുരത്ത് പോവാതെ തിരിച്ച് അവിടെ നിന്ന് കോട്ടയത്ത് പോയി, അവിടെ നിന്ന് ഇടുക്കിയിൽ ചെന്ന് അവിടെ എവിടെയോ ഹോൾഡ് ചെയ്ത് പിറ്റേ ദിവസം അതിരാവിലെ ഞാൻ മുല്ലപ്പെരിയാറിലേക്ക് പോവുകയാണ്. അപ്പൊ മുല്ലപ്പെരിയാർ വരെ എത്താനായിട്ട് നമുക്ക് പറ്റില്ല, അത് ബോട്ടിൽ തന്നെ പോകണം. അപ്പൊ അങ്ങനെ തേക്കടി പോയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് റോഡ് മാർഗം പോയി ബോട്ട് പിടിച്ച് അതിൽ കയറി മുല്ലപ്പെരിയാർ പോയി. മുല്ലപ്പെരിയാർ അണക്കെട്ടും പരിസരവും ഒക്കെ നോക്കിക്കണ്ടു. എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ആൾക്കാരെ ആരും പ്രവേശിപ്പിക്കാറില്ല. ഏറ്റവും മനോഹരമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സ്ഥലങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷിദ്ധമാണ്. അല്ലെങ്കിൽ വലിയ വില കൊടുത്ത കാശ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്തൊക്കെ എടുത്ത് കയറേണ്ടി വരും. വളരെ തുറന്നു കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ, അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ഒരു തടാകം പോലെ വളരെ പീസ്ഫുൾ ആൻഡ് കാം ആയിട്ട് കിടക്കുന്ന ഡാം ഏരിയ. അപ്പൊ എൻകാച്ച്മെന്റ് ഏരിയ എന്ന് മറ്റുമാണ് അതിനെ പറയുന്നത്. അപ്പൊ അതിലെ കൂടെ ഇങ്ങനെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ ഡാമിന്റെ അടുത്തെത്താം. അവിടെ നല്ല ആംഡ് പോലീസ് ഉണ്ട്. അപ്പൊ പോലീസ് അവിടെ നിന്ന് സല്യൂട്ടൊക്കെ തരും. പിന്നെ കൊച്ചു ചെറിയ മനോഹരമായിട്ട് കെട്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പെന്നിക്വിക്കിന് ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ചെറിയ മെമ്മോറിയം പോലെ കെട്ടിട്ടുണ്ട്. അവിടെ പടം വെച്ചിട്ടുണ്ട്, നല്ലതായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഗാർഡൻ ഉണ്ട്. അപ്പൊ അവിടെ ചെന്നിരിക്കാം. പിന്നെ ഡാമിന്റെ വശത്തൂടെ നമുക്ക് പോയിട്ട് അവിടെ ലീക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പൊ കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. കാരണം വെറും സുർക്കിയും ചാർക്കോളോ മറ്റോ വെച്ച് അന്നത്തെ കാലത്തെ കെട്ടിടം എന്ന് പറഞ്ഞാൽ എത്ര നാള് മുമ്പുള്ളതാണ്. ഏകദേശം 150 വർഷത്തിന് മുകളിലായി ഈ ഡാം നിൽക്കുന്നു. ഇത്രയും നാള് മുമ്പുള്ള കൺസ്ട്രക്ഷൻ രീതികൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ രീതിയുമായിട്ട് നോക്കുമ്പോൾ വളരെ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സുർക്കി എന്ന് പറയുന്ന സാധനവും പിന്നെ ചാർക്കോള്, പിന്നെ എന്തോ പഞ്ചസാരയുടെ അംശങ്ങളോ കാർബൺ സാധനങ്ങൾ, അതൊക്കെ വെച്ചിട്ടൊക്കെയാണ് കെട്ടിയിരിക്കുന്നതായിട്ട് പറയുന്നത്. അപ്പൊ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സാമഗ്രികൾ ഉപയോഗിച്ചത് എന്നുള്ളത്. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം പതുക്കെ പോകുന്നുണ്ട്. അപ്പൊ അത് നാച്ചുറലായിട്ട് അങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നതാണ് അത് ലീക്ക് ചെയ്യാനായിട്ട്. 2 വശത്തെയും സമ്മർദ്ദം ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് ഈ വശത്ത് വന്ന് വെള്ളം ഇങ്ങനെ സമ്മർദ്ദമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പുറത്തെ വശത്ത് നിന്ന് കാറ്റ് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പോൾ ഡാം ആ സമയത്ത് ഇങ്ങനെ അതുപോലെ നിൽക്കുമല്ലോ, ഒരേ രീതിയിൽ നിൽക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടായിട്ട് ഈ വശത്തുനിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിടുന്നുണ്ട്. പോകാനുള്ള ഒരു സംവിധാനം ഓൾറെഡി അതിനകത്തുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇപ്പൊ പൊട്ടും, കാരണം നനഞ്ഞു കുതിർന്നിരിക്കുന്നതാണ്. പക്ഷെ ഇത്രയും വർഷമായിട്ട് പൊട്ടാത്ത ഒരു കാര്യം. അതിനുശേഷം ഇപ്പോ 2011 ശേഷം ഇപ്പൊ ഇത്രയും വർഷവുമായി, 12 വർഷമായി, എന്നിട്ടും ഒരു കുഴപ്പവും മുല്ലപ്പെരിയാർ ഡാമിന് ഉണ്ടായിട്ടില്ല. വെള്ളത്തിന്റെ ലെവല് വീണ്ടും കൂട്ടി 140 വരെ ആക്കി നോക്കിയിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള ഒരു ടീം വന്നിട്ട് 142 വരെ ആക്കി നോക്കിയിട്ടും ഡാമിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവർ ഡാം സേഫ്റ്റി കൗൺസിലിൽ നിന്ന് ആൾക്കാർ വന്ന് പരിശോധിച്ചിട്ടൊക്കെ പോയതാണ്. അപ്പൊ അത്ര നല്ല കേമമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ആ സമയത്ത് നടന്നത്. നമ്മുടെ ഇവിടെ പാലം പണിയൊക്കെ നടക്കുമ്പോൾ ചിലവ് പണിതിട്ട് 6 മാസം 7 മാസം കഴിയുമ്പോൾ ചിലവ് പൊട്ടി വീഴുന്നതൊക്കെ കാണുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷെ അന്ന് അത്രയും നല്ല രീതിയിൽ കെട്ടിയിട്ടുള്ള ഒരു ഡാം ആയതുകൊണ്ട് പൊട്ടാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ള രീതിയിൽ ഞാൻ DGP വിളിച്ച് വിവരം പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, പൊട്ടും എന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമാണെന്നുണ്ടെങ്കിൽ പൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ നമ്മൾ പറയണം. അപ്പൊ അതുകൊണ്ട് അത് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് പറയുന്നു. അപ്പൊ അത് ഒരു വലിയ പദ്ധതിയാണ്. കാരണം നമ്മൾ എല്ലായിടത്തും നടന്നു നോക്കി, എല്ലാ കുടുംബങ്ങളുമായിട്ട് അന്വേഷിച്ച് എത്ര ഫാമിലി ഉണ്ട്, എല്ലാ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ വേണം. അപ്പൊ അങ്ങനെയുള്ള വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് രൂപകൽപ്പന ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ പിന്നീട് വീണ്ടും തിരിച്ച് പോകാം. അവിടെ ഓഫീസിൽ ചെന്നിട്ട് ഇന്ന് പ്രിപ്പയർ എറണാകുളത്ത് തിരിച്ചു പോകാം, തിരുവനന്തപുരത്ത് പോകണ്ട, അവിടെ ചെന്നിരുന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പൊ ഇടുക്കി SP അടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു, കളക്ടറിനോട് കുറച്ച് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന വഴിക്കാണ് പറഞ്ഞത് വീണ്ടും മുല്ലപ്പെരിയാറിലേക്ക് പോകണം. കാരണം അവിടെ നമ്മുടെ നെയ്ബറിങ് സ്ഥലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കളക്ടർ എങ്ങാണ്ട് അവിടെ വന്നിട്ടുണ്ട്. ആൾക്ക് IG കണ്ടേ ഒക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നു. അവിടെ ആളുകൾ കുറച്ച് ബഹളം വെക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിന്റെ ഡാമിന്റെ പ്രശ്നത്തിൽ തമിഴ്നാട്ടിലും അവിടെ നെയ്ബറിങ് സ്റ്റേറ്റിൽ ഹർത്താലുണ്ട്, ഇവിടെയും ഹർത്താലുണ്ട്. അപ്പൊ കളക്ടർ അവിടെ വന്നിരിക്കുന്നു. അവിടെ SP മാത്രം പോയാൽ പോരാ, SPയും കളക്ടറും പോയാൽ പോരാ, IGയും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചുപോയി. അതിന് എനിക്ക് തോന്നുന്നു ആ ഒരു ദിവസം ഞാനൊരു ഈ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോയിട്ട് പകുതി ദൂരം വരാൻ അത്രയും ഉള്ള ഒരു സമയത്ത് വണ്ടി ഓടിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രാവശ്യം 2 ദിവസത്തെ നിർത്താതെയുള്ള യാത്ര.
ആ ഡ്രൈവർ ശരിക്കും ടയേർഡായിപ്പോയി. ആളുടെ എനർജി മുഴുവൻ വാർന്നാണ്, ടയേർഡായി, ഭയങ്കര സിക്കായിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പോയി അവസാനം കളക്ടറെ പോയി ഞാൻ തിരിച്ചു പോയി കണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ച്, ഹർത്താൽ അനുകൂലികളുമായിട്ട് സംസാരിച്ച്, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കി. വേറെ കാര്യങ്ങളൊന്നുമില്ല, വലിയ മഴയൊന്നും ഇല്ലായിരുന്നു അന്ന്. അപ്പൊ പെട്ടെന്നുള്ള ഒരു പ്രക്ഷോഭവും ബഹളവും ഉണ്ടാവുന്നില്ല. പിന്നെ ഞാൻ തിരിച്ച് എറണാകുളത്ത് 30-40 പേജ് വരുന്ന ചിത്രങ്ങൾ സഹിതമുള്ള ഒരു വലിയ ബൃഹത്തായ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ സർക്കാരിന് സമർപ്പിച്ചു. ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മുടെ സന്നാഹങ്ങൾ വേണം, എവിടെയൊക്കെ ഹെലികോപ്റ്റർ സേവനങ്ങൾ എത്തിക്കണം, എവിടെയൊക്കെ ഹോസ്പിറ്റൽ താൽക്കാലികമായിട്ടുള്ള സേവനങ്ങൾ നടത്തണം, ഏതൊക്കെ സ്ഥലത്ത് നിന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യണം, പൊട്ടുന്നതിന് മുമ്പ് എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ജനങ്ങളെ എങ്ങനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള സകല കാര്യങ്ങളും അടങ്ങുന്ന ഒരു വലിയ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി DGPക്ക് സമർപ്പിച്ചു. എന്തായി എന്നറിയില്ല. ഇതിന് ശേഷം ഞാൻ പലപ്പോഴും ഈ ഡാമുകൾ സന്ദർശിക്കാറുണ്ട്. കാരണം ഇവിടുത്തെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി ഇടുക്കി ഡാമിൽ വരുന്നു, അവിടെ നിന്ന് ഒഴുകി ചെറുതോണി ഡാമിൽ വരുന്നു. അങ്ങനെ പല 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 ലെവലുകളിലുള്ള ഡാമുകളിൽ വന്ന് കിടക്കുന്നത് കൊണ്ട് വെള്ളം സേഫായിട്ട് ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടുക്കിയിൽ ഒരു ദിവസം ഇടുക്കി ഡാമിനകത്തോട്ടും ആരെയും കയറ്റില്ല, ഒരു ഡാമിനകത്തോട്ടും ആരെയും മനുഷ്യരെ ആരെയും സാധാരണ ആൾക്കാരെ ആരെയും കയറ്റില്ല. ഒന്നുകിൽ പോലീസ് വിചാരിക്കണം, അല്ലെങ്കിൽ ഡാം അതോറിറ്റീസ് വിചാരിക്കണം, KCBയോ അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലോ ഒക്കെയുള്ള ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ വിചാരിച്ചൊരു പാസ്സൊക്കെ എടുത്തിട്ടൊക്കെയാണ് അവിടെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇടുക്കി ഡാമിൽ പോകുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇങ്ങനെ വെള്ളം ഒഴുക്കിക്കളയുന്നതിന് പകരം അത് വീണ്ടും തിരിച്ച് ഡാമിലേക്ക് തന്നെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം എപ്പോഴും സുലഭമായിട്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി അന്നത്തെ മന്ത്രിയോട് സംസാരിച്ചതും ഓർമ്മയുണ്ട്. വൈദ്യുതി മന്ത്രിയോട്, സാർ, ഇങ്ങനെ ഇടുക്കി ഡാമിൽ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തുറന്നു വിടുന്നത്, നമുക്ക് അതിന് താഴെ ഒരു കുഞ്ഞു ഡാം കെട്ടിയിട്ട് അവിടെ നിന്ന് തിരിച്ച് വെള്ളം കയറ്റി വിടുന്ന രീതി ഒന്ന് ആലോചിച്ചുകൂടെ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലോട്ട് വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ, അപ്പം ഒരിക്കലും വെള്ളത്തിന് ഷോർട്ടേജ് വരില്ല, എപ്പോഴും ടർബൈൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അതിനകത്ത് നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി എല്ലാ സമയവും ഉൽപ്പാദിച്ചെടുക്കുകയും ചെയ്യാം എന്നുള്ള ഒരു സജഷൻ പറഞ്ഞപ്പോൾ അതിന്റെ വിലയും കൂടെ എത്ര കോസ്റ്റ് ആവും എന്നുള്ളതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ തിരിച്ചു വെള്ളം കയറ്റി വിടുന്ന വൈദ്യുതിയുടെ ചിലവ് അതെത്രയാകും, എങ്ങനെയാണ് അത് നമ്മൾ പമ്പ് ചെയ്ത് ഏത് രീതിയിൽ കയറ്റാൻ പറ്റും, അപ്പൊ അങ്ങനെയാകുമ്പോൾ അത് നഷ്ടമല്ലേ ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിക്കുകയും, അതൊരിക്കലും അങ്ങനെ നഷ്ടമാവാൻ വഴിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അവസാനം നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെക്കാളും വളരെ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ആൾക്കാർക്ക് കൊടുക്കുന്നത്. പക്ഷെ അത് വേറൊരു വിഷയമായിട്ട് പിന്നീട് പരിഗണിക്കാം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യമാണ് പറയേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും, നാളെ പൊട്ടും, മറ്റന്നാൾ പൊട്ടും, ആളുകൾ എല്ലാവരും വെള്ളത്തിനടിയിലാകും എന്നൊക്കെ പറയുമെങ്കിലും ഒരിക്കലും ഡാമുകളൊന്നും നമ്മളെ ചതിക്കില്ല. നമ്മളെ അത്ര നല്ല രീതിയിൽ കെട്ടിയിട്ടുള്ള ഡാമുകളാണ്, അതൊന്നും ചതിക്കില്ല. പ്രകൃതിയും നമ്മളെ ചതിക്കില്ല. വെള്ളം ഒരുപാട് വന്ന് ഡാമിന്റെ മുകളിൽ കൂടെ സ്പില്ലേജ് ഉണ്ടായി, ഡാം പൊട്ടി, എല്ലാ നാശനഷ്ടങ്ങളും വരുത്തും, പ്രകൃതി ദുരന്തം എന്നൊക്കെ പറയുമെങ്കിലും നമുക്കറിയാം പണ്ടത്തെ ദുരന്തം. 3-4 വർഷം മുമ്പ് കേരളത്തിലുണ്ടായ പ്രളയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പ്രകൃതി ഉണ്ടാക്കിയ ദുരന്തമായിരുന്നില്ല, അതിൽ കവിഞ്ഞ മനുഷ്യരുടെ വിട്ടിത്തം കൊണ്ടുണ്ടായ ഒരു ദുരന്തമായിട്ട് നമുക്ക് അറിയാം. അതിന് വേണ്ട മുൻകരുതലുകളോ പ്രിക്കോഷൻസോ എടുക്കാതെ പെട്ടെന്ന് ഡാമുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഇവിടെ പ്രളയം ഉണ്ടാകും, എല്ലാവരും വെള്ളത്തിനടിയിൽ പോകും എന്നുള്ള ഒരു ധാരണയിൽ ഡാമുകളുടെ ഷട്ടറുകൾ പൊക്കി വെള്ളം മുഴുവൻ പുറത്തൊഴുക്കാൻ ശ്രമം നടത്തിയത് ചെളിയും വെള്ളവും കൂടെ നിറഞ്ഞ് ശബരിമല അടക്കം റാന്നി അടക്കമുള്ള പല സ്ഥലങ്ങളും വെള്ളത്തിന്റെ അടിയിൽ പെട്ടുപോയതാണ്. അതുകൊണ്ട് മുല്ലപ്പെരിയാറിനെ പറ്റി ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ. കാരണം എറണാകുളം റേഞ്ച് IG ആയിരിക്കെ ഞാൻ അവസാനമായിട്ട് വളരെ പ്രയാസം അനുഭവിച്ചിട്ടുള്ള ഒരു വിഷയമായിരുന്നു മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ജനുവരി ആയപ്പോഴേക്കും എനിക്ക് ADGP ആയിട്ട് പ്രൊമോഷൻ കിട്ടുകയും എറണാകുളത്തുനിന്ന് എനിക്ക് ട്രാൻസ്ഫർ തിരുവനന്തപുരത്തേക്ക് കിട്ടുകയും ചെയ്തു. സസ്നേഹം, ശ്രീലേഖ.